വേടായിരുന്നു, ഏട്ടനും കൊടുക്കാനായിരുന്നു കേട്ടോ. ഞാനെന്താ അമ്മേ, ഞാനെന്തെങ്കിലും പണി ചെയ്യട്ടമ്മേ, ഞാൻ കൊടുക്കാം അമ്മേ ചേട്ടന്. അയ്യോ, അന്ന് അമ്മ ഒരു കാര്യം ചെയ്യും, അമ്മ ഇടുന്നെങ്കിൽ എനിക്കൂടെ ഇടും. അമ്മ ഇടുന്ന ചായ നല്ലതായിരിക്കുമല്ലോ, അപ്പോൾ എനിക്കൂടെ ഇടും കേട്ടോ. അപ്പോൾ ഞാൻ ടേബിളിൻ്റെ മുകളിലോട്ട് കൊണ്ടുപോയി ഞങ്ങൾ അവിടെ കാണും കേട്ടോ. എന്താണ് അമ്മേ അവിടെ ഇരുന്ന് ചായപാത്രം കണ്ടില്ലല്ലോ? അവരല്ലേ ചായ, അത് ഞാൻ കൊടുത്തോളാം. കഴിഞ്ഞ 30-30 വർഷമായി ഞാനല്ലേ ഒരു ചായ കൊടുത്തോണ്ട്. ഞാൻ കൊടുക്കുന്ന ചായ അവന് ഇഷ്ടപ്പെടത്തുള്ളൂ. ഞാൻ കൊടുത്തോളാം എൻ്റെ മോന് ചായ, നീ അവിടെ പോയിരിക്കും. പിന്നെ അമ്മ ചായ എടുത്തോണ്ടോ അങ്ങോട്ട് പോവാന്നേ. പന്നച്ച് നീ എന്താ ചെയ്യാൻ പോകുന്നത്? നീ വാഷിംഗ് മെഷീനിൽ തുണി കഴുകാൻ പോവാന്നോ? ഇത്രയും തുണി ഓരോരുത്തർ കഴിയുമ്പോൾ എത്ര നേരം പിടിക്കും? അതെ, ആന്നമ്മേ, ഞാൻ തുണി കഴുകാൻ പോവാം ബാത്റൂമിൽ. വാഷിംഗ് ഒത്തിരി തുണിയില്ലേ, അത് കുറേശ്ശെ കഴിയുമ്പോൾ എത്ര സമയം പിടിക്കും വാഷിംഗ് മെഷീൻ? ഒരു കാര്യം നീ ചെയ്യും, നീ പുറത്ത് കല്ലുണ്ടല്ലോ അവിടെ പോയി കഴുകുക കേട്ടോ. അവിടെ പോയി കഴിയാൽ മതി, അവിടെ പോയി വിരിച്ചിടും. മെഷീൻ വിട്ട് കഴുകാൻ പോകും വിചാരിച്ച്. അയ്യോ, അതിലെന്താ അമ്മേ? എന്നാൽ അമ്മ ഒരു കാര്യം ചെയ്യും, ഞങ്ങളുടെ രണ്ടുപേരുടെ തുണി തീട്ട് കഴിയുമ്പോൾ അമ്മ അച്ഛൻ്റെയും അമ്മയുടെയും വെളിയിൽ കൊണ്ടിട്ട് കഴിയും കേട്ടോ. ഇത് ഞങ്ങൾ കഴിക്കോളാം. എനിക്ക് ശീലമില്ല അമ്മ, ഞങ്ങളുടെ വീട്ടിൽ വാഷിംഗ് മെഷീൻ ഉണ്ടിട്ട് ഞാൻ അതിൽ കഴുകി ശീലിച്ചിട്ടുണ്ട്. ഈ കല്ലിൽ കഴുകി എനിക്ക് ശീലമില്ല, ഞങ്ങൾ ഇതിലിട്ടാണ് കഴുകുന്നത്. തുറന്നോ തർക്കുത്തരേ പറയത്തുള്ളൂ, തർക്കുത്തരം അതേ പറയത്തുള്ളൂ. എടി, നീ എന്തോ ചെയ്യുമോ? നീ ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ? നീ ഇവിടെ ഇരിക്കുമായിരുന്നോ? എനിക്കൊരു വല്ലാത്ത ക്ഷീണം. ഞാൻ ഒന്ന് കിടക്കട്ടെ, അവിടെ അടുക്കളയിൽ കുറേ പാത്രം കിടപ്പുണ്ടേ, അതൊന്ന് തേച്ച് കഴുകി ഒന്ന് എടുത്ത് വയ്ക്കും. ഞാനിവിടെ നിൽപ്പുണ്ടായിരുന്നു അമ്മേ. എന്താ? ഇന്നലെ ആ പാത്രം തന്നെയല്ലേ, ഇന്നലെ ഞാനല്ലേ അമ്മേ കഴുകിയത് കേട്ടോ. ഞാൻ ഒന്ന് കിടക്കട്ടെ, ഒന്നെടുത്ത് കഴുകി വയ്ക്കും. അല്ലേ പിന്നെ നീയല്ലേ ഇവിടെ ഉത്തരവാദിത്തം, നിനക്ക് എന്തോ ഉത്തരവാദിത്തം? നിനക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്തം ആ പാത്രം കഴുകുന്നത്, അല്ലാതെ ഞാനല്ല. എന്നാൽ എന്ന് പറഞ്ഞു കൊടുക്ക്. പിന്നെ ഇപ്പോൾ വേറെ ജോലിയില്ല. അങ്ങനെ എന്താ? ശരി, എല്ലാം ഞാൻ ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീ വേണം അതെല്ലാം ചെയ്യേ. അങ്ങോട്ട് എടുത്ത് കഴുകി അങ്ങോട്ട് വയ്ക്കും. ഇന്നലെ അവിടെ ഞാനല്ലേ കഴുകി വെച്ചത്. ഞാൻ ജോലി ചെയ്യുന്നുണ്ടല്ലോ. അമ്മ വീട്ടിൽ അടുക്കളയും ചെയ്യത്തില്ല, പുറത്തെ പണിയും ചെയ്യത്തില്ല. എന്നിട്ട് അവസാനം പിന്നെ ഞാൻ ചെയ്യത്തില്ല. എന്തോടി പറഞ്ഞ്? എൻ്റെ ചെവി കേൾക്കത്തില്ല, എനിക്ക് നല്ല കേൾവി ശക്തിയാണ്. ഞാൻ കേട്ട് നീ പറയുന്നേ. അവൾ കുറുകുറുക്കുന്നു. അവൻ വരട്ടെ, അവൻ വന്ന് എന്തോടി എന്നെ അങ്ങ് മൂക്കി കയറ്റുമോ? പിന്നെ ഒന്ന് പോടി എന്നാ പറയുന്നേ. എന്നാൽ അവിടെ കിടക്കട്ടെ. അമ്മ പിന്നെ കാണാൻ പോയി വാർത്ത കാണും. ഞാനിപ്പോൾ ഇതൊന്ന് കാണട്ടെ. ഇത്രയും പണി ചെയ്തിട്ട് ഞാൻ ഇച്ചിരി നേരം ഒന്ന് കാണട്ടമ്മേ. എടി, ആ വാർത്തയൊന്ന് വെക്ക്. ഞാൻ വാർത്തയൊന്ന് കാണട്ടെ. ഈ പാട്ടും കൂത്തുമൊക്കെ കാണാതെ ആ വാർത്ത വയ്ക്കും. ഞാനിപ്പോൾ വാർത്ത കാണുന്ന സമയമാണ് ഈ 5:30 മണിക്ക്. നീ ആ വാർത്ത, ആ TV, ആ വാർത്തയൊന്ന് വെക്കടി. എന്ന് പറഞ്ഞ് ചേട്ടനാ കൊടുക്കുന്നതെന്ന് പറഞ്ഞ് എനിക്ക് കണ്ടൂടെ? നീ അങ്ങനെ ഇപ്പോൾ കണ്ട ഇത് തരാനാ പറഞ്ഞു, തരാടുത്ത് അവിടെ ഇവിടെ. അങ്ങനെ അങ്ങനെ അമ്മേ. ഞാനിപ്പോൾ നീ കാണണ്ടടി, ഞാൻ കാണുമോ? ഞാൻ കണ്ടോണ്ടായിരിക്കുന്നു. ഞാൻ കാണുന്നില്ല. എന്ത് അവ ഇതുവരെ കണ്ടില്ലല്ലോ, സമയമായില്ലല്ലോ. സമയത്ത് നോക്കി ഇന്ന് അവനെ കാണത്തുമില്ല. ഇത്രയും നേരമായി, ഇതുവരെ അവൻ ജോലി കഴിഞ്ഞ് വരാൻ സമയമില്ല. വരുന്നു. ഒന്നുമില്ല മോനെ, ഒന്നുമില്ല.
ഞാൻ അവളുടെ അടുത്ത് ആ ടി വിയുടെ വാർത്തയൊന്ന് വെക്കാൻ പറഞ്ഞതിന് അവൾ എത്രയും പ്രശ്നം ഉണ്ടാക്കി. അവൾ ടി വി അണച്ചിച്ച് അവൾ എഴുന്നേറ്റ് പോയടാ. അവൾ രാവിലെ ആ ചായ ഇച്ചിരി ചായയുടെ പ്രശ്നം, നിനക്ക് ചായ തരുന്നതിനെ പറ്റി പറഞ്ഞ് തുടങ്ങിയ പ്രശ്നമാണ്. പിന്നെ അവൾ ടി വി തുണിയുടെ കാര്യം പറഞ്ഞ്, അലക്കുന്ന കാര്യം പറഞ്ഞ് തുടങ്ങി. പിന്നെ ടി വിയുടെ കാര്യം ഇപ്പം പ്രശ്നങ്ങളങ്ങ് ഉണ്ടാക്കും. നീ അങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോൾ അവൾ അവിടെ പ്രശ്നങ്ങളുണ്ടാക്കും. ഞാൻ എന്തോ ചെയ്യാൻ, തള്ളയായിപ്പോയില്ലേ, നിൻ്റെ തള്ളയായിപ്പോയില്ലേ, അമ്മയോളം വരത്തില്ലല്ലോ അമ്മായിയമ്മ. എന്താ പറയുക, ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്തോ എൻ്റെ ആങ്ങളമാരുടെ അടുത്തോ ഒന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ. അവളെ നമ്മളാലോചിച്ച് കെട്ടിയൊരു പെണ്ണല്ലയോ, കൊച്ചല്ലയോ. അതുകൊണ്ട് അവൾ പറയുന്നതെല്ലാം കേട്ടോണ്ടിരിക്കുക. പക്ഷെ അവൾ അങ്ങനെ അല്ലടാ, എൻ്റെ വഴക്ക് പറയും ചെയ്യാതെ എന്നെ വല്ലാതെ വലത്തേക്ക് കൊണ്ടാക്കും. ഞാനിവിടെ നിൽക്കത്തില്ല. എന്തുവായോ എന്തോ പറയാനാ. അമ്മ രാവിലെ തുടങ്ങിയ പ്രശ്നമാണ്, ഞാൻ ഒന്നിനും പോയില്ല. അമ്മ എൻ്റെ പുറകെ നടന്ന് പ്രശ്നം ഉണ്ടാക്കും. ഞാനൊന്നും ചെയ്യാൻ പോയില്ല. ഞാനെന്തോ ചെയ്യാൻ പോവാനാ? ഞാനൊരു പ്രശ്നം ഉണ്ടാക്കിയില്ല. ആ എന്നാ പോയി കുളിച്ചിട്ട് വാ. അവരെക്കാളി നല്ല നടിയാ ഞാൻ. പിന്നെ അവരെ എൻ്റെ അടുത്താ കളിക്കുന്നത്. പിന്നെ എന്തുവായോ എന്തോ പറയാനാ. അമ്മ രാവിലെ തുടങ്ങിയ പ്രശ്നമാണ്, ഞാൻ ഒന്നിനും പോയില്ല. അമ്മ എൻ്റെ പുറകെ നടന്ന് പ്രശ്നം ഉണ്ടാക്കും. ഞാനൊന്നും ചെയ്യാൻ പോയില്ല. ഞാനെന്തോ ചെയ്യാൻ പോവാനാ? ഞാനൊരു പ്രശ്നം ഉണ്ടാക്കിയില്ല. ആ എന്നാ പോയി കുളിച്ചിട്ട് വാ. അവരെക്കാളി നല്ല നടിയാ ഞാൻ. പിന്നെ അവരെ എൻ്റെ അടുത്താ കളിക്കുന്നത്. പിന്നെ